പ്പെടുന്നു. യെശയ്യാ പ്രവചനം എടുത്താട്ടെ. യെശയ്യാ പ്രവചനം 61 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. Let us turn our attention to Isaiah chapter 61 verse 1 to 4. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വചനത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. I thank God for the blessed word of God. നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗങ്ങളാണ്. These are familiar portions for us. യെശയ്യാ പ്രവാചകൻ തകർക്കപ്പെട്ട് കിടക്കുന്ന, ഉടഞ്ഞ് ചിതറിക്കിടക്കുന്ന ഒരു ജനത്തിന്റെ മടങ്ങി വരവിന് വേണ്ടിയാണ് ഈ ദൂത് പ്രസ്താവിക്കുന്നത്. The prophet Isaiah announces this message as a message of restoration for a broken people. ഇസ്രായേൽ മക്കൾ പ്രവാസ ജീവിതം അനുഭവിച്ചിട്ടുണ്ട്, നഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ആത്മീയ അധപ്പതനം അനുഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ വിധത്തിലും ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് പേരുള്ളവർ, ദൈവത്താൽ നടത്തപ്പെട്ടവർ മറ്റൊരു നിലയിലും അവർ നടത്തപ്പെട്ടിട്ടുണ്ട്. The people, the Israelites who are known as the own people of God, own generation of God, but these people have gone through loss, have gone through exile, have gone through spiritual brokenness in their life, even though they are known that they are the people of God. മാനുഷികമായി പരിഹരിക്കപ്പെടാൻ കഴിയാത്ത, മടങ്ങി വരാൻ കഴിയാത്ത, വിടുവിക്കപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുകയാണ്. And the Holy Spirit is talking to these people, looking at the situations that are not resolvable by human might. അപ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയെ പറ്റിയുള്ള ഒരു പ്രവചന ദൂതുമായിട്ട് ഇത് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. At the same time, we can see that this is also a prophetic word of God about the ministry of Jesus Christ. യേശു കർത്താവിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഈ തിരുവെഴുത്ത് വായിച്ചാണ് തുടങ്ങിയത്. The ministry of Jesus Christ began by reading this very same verse. അതുകൊണ്ട് ഈ ദൂതൻ ആ കാലഘട്ടവും പിന്നീടുള്ള കാലഘട്ടവുമായിട്ടൊക്കെ ബന്ധമുള്ള ദൂതുകളാണ്. So these verses, these messages are linked or are connected to those era as well as the era in which Jesus lived and the one that we will come in the future. ആക്ച്വലി കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ രണ്ടുമൂന്ന് പേർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് വെളിപ്പെടുത്തിയ ഒരു ചിന്തയാണ്. Last Wednesday, while we brethren, some of us gathered together and while we prayed, this is the verse that God has inspired me. പിന്നീട് ഭവനത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ആ വചനം ഇങ്ങനെ ഹൃദയത്തിനകത്തൂടെ കടന്നു പോകുവാനിടയായി തീർന്നു. And when I came back home that day, while I was meditating the word of God, this verse was coming repeatedly into my mind. ദൈവത്തിന് ചിലത് പകരം തരാൻ കഴിയും. God can do something in return to you. മാനുഷികമായും പൈശാചികമായും മറ്റു പല തലങ്ങളിൽ നമുക്ക് ലഭിച്ച അല്ലെങ്കിൽ ഈ ലോകം കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. There are many things that we receive in a worldly sense or by the influence of the evil powers. There are many things that people will receive. അത് പലപ്പോഴും നമുക്ക് ഭാരമായി, കഠിനമായി, വേദനയായി തോന്നാറുണ്ട്. And many a times those things will become a burden, a pain for us in our life. ചില സംഭവങ്ങൾ, ചില ട്രാജഡികൾ, ചില പ്രതിസന്ധികളൊക്കെ നമ്മളെ വല്ലാതെ ഒലച്ച് കളയുവാനിടയായി തീരും.
there might be certain situations, certain tragedies, or certain troubles that we face will shake us upside down. അവൻ എങ്ങനെ ഇതിന്റെ അകത്തുനിന്ന് കര കയറണമെന്ന് നമുക്ക് ആർക്കും അറിയാതെ പോകും. And we will enter into a situation where we have no clue how to come out of this situation. പ്രതീക്ഷകൾ അസ്തമിച്ചു പോകുന്ന സാഹചര്യങ്ങൾ. Our hopes will come to an end. We don't see a light at the end of the tunnel. എല്ലാം അവസാനിച്ചെന്ന് നമ്മൾ വിധി എഴുതുമ്പോൾ We will even think that everything is over. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത സമയങ്ങൾ. When we see that no one is able to help us and support us. അതിന്റെ നടുവിലാണ് ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നത്. And it is in the midst of these troubles the work of God will be revealed. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരുന്നു. And here it is said that the Lord is anointing me. ആ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. And his spirit is upon me. ഇവിടെ പറയട്ടെ, അഭിഷേകവും ദൈവത്തിന്റെ ആത്മാവും. So there are two things. There is one is anointing and the other is the spirit of God. താഴെ പറയുന്ന ബാക്കി കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് ഇതിലൂടെയാണ്. And all the things that we just read happens through these two things. യേശു കർത്താവ് മിനിസ്ട്രി ചെയ്തപ്പോഴും ആത്മാവിനാലും ശക്തിയാലും ദൈവം അവനെ അഭിഷേകം ചെയ്താണ് ഈ ശുശ്രൂഷകളെല്ലാം നടത്തപ്പെട്ടത്. And while Jesus Christ was ministering, it was by the anointing of the Spirit and by the power of God he did all the ministries. കുരുടന്മാർ കാണുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. ഇത് എല്ലാം ചെയ്തത് ഈ അഭിഷേകവും ആത്മാവിനാലുമാണ്. The blind was able to see, the deaf was able to hear, the lame walked, and the dead was resurrected just because of the power of the Lord upon him. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, ലോകം തരുന്നതിനെ തിരുത്തി എഴുതാൻ, പിശാച് ഒരുക്കുന്ന പദ്ധതികളെ തിരുത്തി എഴുതാൻ കഴിയുന്ന ഒന്ന് അഭിഷേകത്തിനും ആത്മാവിനും ഉണ്ടെന്നുള്ളത് ദൈവസഭ ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. So today I encourage you that you should realize that whatever the world gives us, whatever the Satan schemes and puts us into the trouble, whatever that we go through, there is a power of God, there is an anointing of God which can rewrite all these things in our life. Praise the Lord. നമ്മളിൽ പകർന്നിരിക്കുന്ന ആത്മാവ് അഭിഷേകം അത് വെറുതെ ഇരിക്കുന്നതല്ല, അതിന് ചിലതൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഇന്ന് പകലൊക്കെ ദൈവമക്കൾ തിരിച്ചറിയണം. You should realize that the anointing that God has bestowed upon us, the power that he has given us, it is not a power that sits silently within us, but it works mighty things and it can do many things in our life. അതുകൊണ്ടാണ് തിരുവെഴുത്തുവരെ നാം ചോദിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും അത്യന്തപരമായി ചെയ്യാൻ കഴിയുന്ന അവന്റെ ശക്തി ഹല്ലേലൂയ ഇന്ന് പകലക്കൽ അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കര ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. That is what the word of God says, that it is a power that is beyond what we have asked and what we have thought of, that works through our lives. So all those who have experienced this power, please praise the Lord. ചിലതൊക്കെ ചെയ്യാൻ നിങ്ങൾ വ്യാപരിക്കുന്ന അഭിഷേകത്തിനും ആത്മാവിനും കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിച്ചു വേണം ഈ ദൂത് അല്പസമയം നിങ്ങൾ കേൾക്കുക. So I encourage you to receive this word of God by having the faith that the Spirit and the anointing that you have today is powerful enough to do certain things in your life and rewrite things in your life. So I encourage you to stay awake in spirit and listen to this. We may not be able to do many things. We might feel helpless at times, but realize this one thing: the power of God, the anointing of God that is bestowed upon us is powerful enough to do these things in our lives. The Holy Spirit is desiring to take away certain things from our life, to rip off certain things in our life and replace it with the divine things from the heavens.
ചെയ്യുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. Let us pray that God, I desire that work of God in my life today. ആമേൻ. പ്രാപിച്ച അഭിഷേകത്തെ സംശയിക്കരുത്. You should not doubt the anointing that you have received. പ്രാപിച്ച ദൈവാത്മാവിനെ സംശയിക്കരുത്. You should not doubt the Spirit of God that you have received. ഇത് വെറുതെ കൈയടിച്ച് ബഹളം വെക്കുന്ന ശബ്ദമുണ്ടാക്കുന്ന ആത്മാവ് അഭിഷേകമല്ല. ഇത് ചിലതൊക്കെ ചെയ്യാൻ കഴിയുന്ന പകരം ചെയ്യുന്ന ദൈവ സാന്നിധ്യമാണെന്ന് ദൈവസഭ തിരിച്ചറിയട്ടെ. This is not just an anointing where you make sound, make noise by clapping your hands. This is an anointing, the power of God that is bestowed upon you, which is powerful enough to do things in your life, to replace certain things in your life. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകലക്കാലം പ്രാപിച്ച അഭിഷേകം ദൈവത്തിന്റെ ആത്മാവിനെ ചിലത് ലോകം വിധി എഴുതിയതിന് വിരുദ്ധമായി, ദുഷ്ടപിശാച് വിധി എഴുതിയതിന് വിരുദ്ധമായി ഇന്ന് പകലക്കാല കുഞ്ഞ് നിന്റെ കുടുംബത്തെ, തലമുറയെ, നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ദൈവാത്മാവിന്റെ ശക്തിയെ ദൈവസഭ തിരിച്ചറിയ. ആത്മാവ് ചിലത് എടുത്തു മാറ്റട്ടെ, ആത്മാവ് ചിലത് പകരം തരട്ടെ. ഭവനം 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 ഹൃദയം ധവനം ധവനം ധാരം അർത്ഥം ഭവനം ധരണം ധാരം ഹൃദയം ഭവനം പച്ചമനഗതം യേശുവിന്റെ നാമത്തിൽ. Glory to God. In the name of Jesus, this is our prayer. Let Holy Spirit today take away certain things from our life. Take off certain things that are not desirable. Take it off and then replace it. Replace all the troubles and all the problems with the divine things, divine blessings in our life. ഹൃദയം തകർന്നവരെ മുറുകെട്ടുവാനും. Listen carefully to bind up the broken-hearted. ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്ന കാര്യം. Listen carefully what the Spirit of God is doing here. ആമേൻ. അഭിഷേകം ചെയ്യുന്ന കാര്യം. What the anointing will do. ഇവിടെ ഡോക്ടേഴ്സ് ഒക്കെ ഇരിപ്പുണ്ട്. There are doctors sitting here. ആമേൻ. പ്രിയരെ, നല്ല ഫിസിഷ്യൻ ആരാ? Who is a good physician? നല്ല കൺസൾട്ടന്റ് ആരാ? Who is a good consultant? നല്ല GP ആരാ? Who is a good GP? Praise the Lord. ഇവർക്ക് ആർക്കും ഹൃദയത്തിന് മുറിവ് കെട്ടുന്ന ഒരു സ്പെഷ്യലിസ്റ്റും ഉലകത്തിൽ ഇന്ന് വരെ എഴുന്നേറ്റിട്ടില്ല, എഴുന്നേൽക്കത്തുമില്ല. പക്ഷേ അവൻ പറയുകയാണ്, നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകം, നിന്റെ അകത്തുള്ള ദൈവത്തിന്റെ ആത്മാവ് അത് വെറുതെ ഇരിക്കുകയല്ലെന്ന്. നിന്റെ ജീവിതത്തിൽ വന്നുപോയ ഹൃദയത്തിന്റെ തകർച്ചകള്, ഹൃദയത്തിന്റെ മുറിവുകള് കെട്ടുവാൻ കഴിയുന്ന ഒരു ആത്മാവാണ് നിന്റെ അകത്ത് വസിക്കുന്നത്. None of the GP, none of the doctors, they have not become qualified, or they cannot, they are helpless to bind the heart, to heal the wounds in your heart. But listen carefully, the anointing that you have received, the power of God that is bestowed upon you, that anointing is powerful enough to bind the broken-hearted, heal the wounds in your heart. ഏത് കാരണം കൊണ്ട് ഹൃദയം മുറിഞ്ഞാലും, regardless of the reason by which your heart is broken, കാരണം ദൈവത്തിന് വിഷയമല്ല. God is not bothered about the reason. ദൈവത്തിന്റെ ആത്മാവിന് അറിയാവുന്ന ഹൃദയത്തിന്റെ അവൻ മുറിവ് പരിശുദ്ധാത്മാവ് സ്കാൻ ചെയ്യുകയാണെന്ന്. The Holy Spirit is scanning the wounds in your heart. നിന്റെ സംസാരത്തിലോ നിന്റെ ഇടപാടിലോ നിന്റെ ഹൃദയത്തിന്റെ മുറിവിന് ഒരു വ്യക്തിക്കും തിരിച്ചറിയാൻ കഴിയത്തില്ല. അതാരും അറിയരുതെന്ന് പറഞ്ഞ് ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആ മുറിവിനെ ആത്മാവ് സ്കാൻ ചെയ്തിട്ട് ഇന്ന് പകലക്കാലം ദൂത് പറയുന്നു, നിന്റെ അകത്തുള്ള ആത്മാവ്, നിന്റെ അകത്തുള്ള ആത്മാവ്, നീ പ്രാപിച്ച അഭിഷേകം ആ മുറിവിനെ കെട്ടുവാൻ ഒരു ഇന്നർ ഹീലിംഗ് ഇന്ന് സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ്
Mava Sikana Hatuna Vartava Lamdana Vachana Regale Hadaga Regalkana Vartava Nagadagati Udayadana Gadaga Shamda Pravani Yavan Hadagam Bavanam Vartam Bavanam. Holy Spirit is declaring an inner healing today, an inner healing to your heart. The problems, the wounds, the pain that you were hiding all the while, that is hidden deep inside your heart. Though no one can understand those pain, no one can see that wounds in your conversation, while no one is watching it, no one can understand it. That which is hidden deep inside your heart, there is a Holy Spirit that is scanning your heart today. There is a Holy Spirit that is understanding this pain and the wounds in your heart, and this anointing will heal your heart today. It will bind up the broken heart today. അപ്പോഴോ അമ്മയ്ക്കോ അറിയാനോ കാണാനോ കഴിയാത്തത്, ഭാര്യയാണേലും ഭർത്താവനാണേലും മനസ്സിലാക്കാൻ പറ്റാത്തത്, പറയാൻ പറ്റാത്ത ചില മുറിവുകളെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം തൊടുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മൾ ഈ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അതിൻ്റെ ക്രിയ അങ്ങ് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിച്ച് കർത്താവേ ആ അങ്ങനെ ഒരു വിടുതൽ എനിക്കിന്ന് വേണമെന്ന് നിങ്ങൾ ഇരുന്നങ്ങ് പ്രാർത്ഥിച്ച്. ഇത് ദൈവാത്മാവിൻ്റെ ഡയറക്റ്റ് ഡീലാണ്. പ്രസംഗിക്കുന്നവൻ്റെ കഴിവല്ല, വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് പകലക്കാലം ആ മുറിവ് കെട്ടും. ഹല്ലേലൂയ. അതിൻ്റെ സന്തോഷത്തെ എടുത്തു കളഞ്ഞ ഒരുപക്ഷെ റിജക്ഷൻ ആയിരിക്കാം, ഒരുപക്ഷെ അവഗണനയായിരിക്കാം, ചില വാക്കുകൾ വന്ന മുറിവുകളായിരിക്കാം, നിന്റെ ജീവിതത്തിന്റെ തകർച്ച കണ്ടുള്ള വേദനയായിരിക്കാം. വേദന ഏതുവാണെങ്കിലും ഹൃദയത്തിന്റെ മുറിവിനെ കെട്ടുന്ന ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഇവിടെ ഉലാവുന്നുണ്ടെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. Holy Spirit is doing a work today among our midst. Holy Spirit is touching certain hearts today. Holy Spirit is touching your heart. The wounds that you cannot share to your husband, the wounds that you cannot share to your wife, the wounds that you cannot talk to anyone about. But Holy Spirit is scanning those wounds, and Holy Spirit is touching you today. Today, as we speak this word of God, as we meditate this word of God, hallelujah. It is not the might of the one who preaches. It is not the skill of the person who speaks about this, but the word of God, once it reaches you, the word of God is doing its work. Holy Spirit is doing its work within your heart to heal those wounds today. Receive it in the name of Jesus. 147 സങ്കീർത്തനങ്ങൾ പറയുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. Psalms 147 verse 3 says he heals the broken-hearted and binds up their wounds. ആമേൻ. 34:18 സങ്കീർത്തനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ ആര് രക്ഷിക്കും? ആര് രക്ഷിക്കും? ഇന്ന് പകൽക്കാലം അഭിഷേകം ദൈവത്തിന്റെ ആത്മാവ് നൽകി തരുന്ന ഒന്നാമത്തെ വിടുതൽ ഹൃദയത്തെ പണിയും മനസ്സിന്റെ തകർച്ചകള് ദൈവത്തിന്റെ ആത്മാവ് ഡീൽ ചെയ്യുമെന്ന്. ഇന്ന് ഇതിന് വൈകിട്ട് വീട്ടിൽ ചെന്ന് ധ്യാനിക്കാനല്ല, ഇത് ഇവിടെ വെളിപ്പെടുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് മുഴുവനെ അങ്ങ് കെട്ടുവന്ന് ഇന്ന് പകൽക്കാലം ഒരു സൗഖ്യത്തെ അന്തരാത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് പകരുകയാണ്. Psalms 34 verse 18, it says the Lord is close to the brokenhearted and saves those who are crushed in spirit. Who is saving? The Lord himself is saving the one who is crushed in spirit. If you are brokenhearted today, if you are crushed in spirit today, if you have wounds in your heart, you are not going to receive a healing after you reach home. But today, as we meditate this word of God, hallelujah, as we listen to this word of God, thank right you, now, Holy Amen. Spirit is touching your heart and healing your broken-heartedness. ലോകവും ബന്ധങ്ങളും സ്നേഹിതരും ഒക്കെ തരുന്നത് ഈ തകർച്ചയാ. പക്ഷേ ആത്മാവ് മുറിവ് കെട്ടും, ആത്മാവ് തകർച്ചയെ മാറ്റും. ഇത് നിങ്ങൾ പ്രാപിക്കണം, ഇത് നീ പ്രാപിക്കണം.
the Lord and our friends and the world, the world and our friends, all these things will give brokenness, all these things will give rejection, all these things will give hurt in our heart. But remember, the Holy Spirit that is bestowed upon us, Holy Spirit gives something that can replace this. Holy Spirit binds up the wounds and heals our heart. അടുത്തവന് തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും. And the next verse, it says it gives liberty to the captives. ശ്രദ്ധിച്ചേ, എല്ലാം വിശദീകരിക്കാനുള്ള സമയമില്ലെങ്കിൽ ഞാൻ ഓടി അങ്ങ് പോവുകയാണ്. ആമേൻ, സ്തോത്രം. തടവറയിൽ നിന്ന് പുറത്തു വരുത്താൻ ആർക്ക് പറ്റും? And who can bring you out of the prison? ബന്ധിക്കപ്പെട്ടതിന് സ്വാതന്ത്ര്യം വരുത്താൻ ആർക്ക് പറ്റും? Who can give you freedom from being captive? ആദ്യം നമ്മൾ വിടുതൽ പ്രാപിക്കണം. First we should receive the deliverance. എന്നിട്ട് ഈ വിടുതൽ എക്സ്പീരിയൻസ് വിടുതൽ പങ്കുവെക്കാൻ തയ്യാറാകണം. And once we experience this deliverance, we should be willing to share this experience. ആത്മാവിൽ ഒരു സ്വാതന്ത്ര്യം പ്രാപിക്കണം കേട്ടോ. We should receive a freedom in spirit. ഈ ദൈവമക്കൾക്കുള്ള ഏറ്റവും വലിയ ഒരു അത്ഭുതമാണ് പ്രതിസന്ധിക്കകത്ത്, വെല്ലുവിളിക്കകത്ത് സന്തോഷിക്കാൻ പറ്റും. One thing that stands out about children of God is that we experience this freedom even in the midst of troubles. നമുക്ക് സന്തോഷിക്കാൻ പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട. Do we need any specific reason to rejoice? ആണോ? ഇരിക്കുന്നവരുടെ മുഖത്ത് ഒരു തെളിച്ചവും ഇല്ലെന്നുള്ള ഒന്നാമത്തെ കാര്യം. പ്രൈസ് ദി ലോർഡ്. പ്രിയരേ, ഇന്നിന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടല്ല സന്തോഷിക്കേണ്ടത്. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷം. വിടുതൽ കിട്ടിയത് കൊണ്ടോ ജോലി കിട്ടിയത് കൊണ്ടോ പ്രശ്നം മാറിയത് കൊണ്ടല്ല, അതൊക്കെ അവിടെ അതുപോലുള്ളപ്പോൾ ഈ തീയോടെ ചൂട് 7 മടങ്ങ് കൂടുമ്പോഴും ഭക്തന് ആത്മാവിൽ സന്തോഷിക്കാൻ പറ്റും. ഇന്ന് പകലക്കാൽ ശ്രദ്ധിച്ച് ചിലതിനെ ദൈവം പുറത്തു കൊണ്ടുവരും. My dear, we don't need reasons to rejoice. We rejoice in Christ. In the presence of God, there is a special joy that we experience. It is not because we got a job or we got deliverance from our problems. It is not because of that, but because of the presence of God that we are in, we experience a joy. Even when the heat of the furnace increases 7-fold, even when troubles are surpassing us, we experience this joy because we have this anointing and the presence of God. ഈ തടവും ബന്ധനവും ഒന്നും ദൈവസഭയ്ക്കോ ദൈവമക്കൾക്ക് പുത്തരിയല്ല. Being in captive or imprisonment is nothing new to the children of God. ഇതൊരു സർവ്വസാധാരണമാണ്. This is a common thing among us. നമ്മൾ അതിനെയല്ല ഉയർത്തി കാണേണ്ടത്. We should not proclaim those in our life. എവിടെയെങ്കിലും ബന്ധിച്ചാൽ ആത്മാവിൽ അതിനെ അഴിക്കുക. If we are bind up in some areas of our life by the Spirit of God, we should unbind it. എവിടെയെങ്കിലും തടഞ്ഞ് തടവിലാക്കിയാൽ പ്രാർത്ഥിച്ച് ആത്മാവിൽ പുറത്തു വരിക. If we are imprisoned in certain areas of our life, with prayer we should take victory over it and come out of it. പൗലോസും ശീലാസും ബന്ധിക്കപ്പെട്ടു. The Paul and Silas was imprisoned. ദൈവം ഒരു മനുഷ്യനെ അയച്ചില്ല. God did not send even a human being. അവർ പാടി സ്തുതിച്ചു. They prayed, they praised God. അവരുടെ നടുവിലോട്ട് ദൈവ സാന്നിധ്യം ഇറങ്ങി. But among our midst the presence of God came. ഈ ദൈവ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ അന്നേരം അടഞ്ഞു കിടന്ന മുഴുവൻ അങ്ങ് തുറന്നു. And when the presence of God came among their midst, everything that was closed in front of them got opened. ന്യായമായി തുറക്കേണ്ടത് അവരുടെ ചങ്ങലകൾ മാത്രമാണ് തുറക്കപ്പെടേണ്ടത്. അഴിയേണ്ടതും അവരുടെ ജയിൽ ആ ഡോർ മാത്രമാണ് തുറക്കേണ്ടത്. In fact, only their door and the chains needs to be broken and their doors should have been opened. ഇതാണ് ഈ അഭിഷേകത്തിന്റെയും ആത്മാവിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത്. But everything around them got opened up. This is what is peculiar about the anointing of God and the Spirit of God. നമ്മൾ എവിടെയൊക്കെ മനുഷ്യന്റെ കരവല്ലേ പ്രതീക്ഷിക്കുന്നത്. Many a times we expect human hands to work in our life. അല്ല, ഇന്നാരെന്നൊക്കെയുള്ള ഒരു വിചാരമല്ലേ നമുക്കുള്ളത്. Many a times we have this person or that person will help me out. ഏത് പ്രതിസന്ധിക്കകത്തും ദൈവാത്മാവിൽ ആശ്രയിപ്പാൻ, നിങ്ങൾ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൽ ആശ്രയിച്ച് നിങ്ങളൊന്ന് കരയാനും പ്രാർത്ഥിക്കാനും
ആത്മാവിലെ അഭിഷേകത്തിൽ ഒന്ന് കൈമാറാൻ തയ്യാറാകുമ്പോൾ അസാധാരണമായ ദൈവപ്രവൃത്തി ഇന്ന് നമ്മുടെ ഭവനത്തിൽ സഭയ്ക്കകത്ത് ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണെന്ന്. If you are willing to surrender before the Lord Almighty, and regardless of the troubles that you are going through, regardless of the intensity of the problems you face, if you hand over your problems to the Holy Spirit, if you leave it to the Holy Spirit without looking up to human beings, then the power of God, the presence of Holy Spirit, the anointing that is bestowed upon us is powerful enough to deliver us from those troubles. ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഇതുപോലെ ചിലത് ദൈവാത്മാവ് തുറക്കുവാനിടയായി തീരും. I believe that Holy Spirit is going to open up certain things like this in our ആമേൻ life. തടവിൽ കിടക്കുന്നത് ബന്ധിച്ചിരിക്കുന്നത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പുറത്തിറങ്ങാൻ വെളിപ്പെട്ടു വരുവാൻ ഒന്ന് അനുഭവിപ്പാൻ കാണുവാൻ ആമേൻ ഏറ്റെടുക്കുവാൻ കഴിയാതെ ഉണ്ടെന്നറിയാം. പക്ഷെ അനുഭവിപ്പാനോ പ്രാപിപ്പാനോ കഴിയാതെ എവിടെയൊക്കെയോ ദൂട്ടം തടഞ്ഞതിന് ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ച അഭിഷേകം അതിനെ പൊട്ടിച്ചു പുറത്തു കൊണ്ടുവരുമെന്ന്. I believe that certain things that Satan brought in your life, certain things that Satan did not allow in your life, that was imprisoned, that you could not receive. Today, I believe Holy Spirit is breaking those bondages so that you will receive it. Let us receive it in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ആമേൻ മാനുഷിക കരമല്ല ദൈവത്തിന്റെ ആത്മാവ് ന്യായമായത് നിന്റെ തലമുറ നിന്റെ കുടുംബം അനുഭവിക്കേണ്ടത് എവിടെയെങ്കിലും ബന്ധിക്കപ്പെട്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരിക. What is rightful that you should receive, you should have received it, but Satan blocked it. Whatever that Satan has blocked, Holy Spirit is rebuking it. Holy Spirit is breaking those bondages and bringing it out so that you will receive it in your life. അവന്റെ തടവോ ബന്ധനമോ ഒതുക്കപ്പെട്ടതല്ല വിഷയം. ആത്മാവുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യുക, അഭിഷേകം ഉണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യുക. അതിന് പകരം തരാൻ കഴിയുമെന്ന് ശത്രു അടച്ചെങ്കിൽ ദൈവാത്മാവ് തുറക്കും. മനുഷ്യൻ ബന്ധിച്ചെങ്കിൽ ആത്മാവ് അഴിക്കും. ഇന്ന് പകലക്കാലം വിശ്വസിച്ച് ഈ ആരാധന കഴിയുന്നതിന് മുൻപ് കുഞ്ഞനെ വിശ്വസിക്കുക. സമയം മാനുഷികമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടച്ചത് ബന്ധിച്ചത്. Whatever that Satan has blocked you, whatever human hand has blocked in your life, it is the Holy Spirit, the presence of God that is living inside you, the presence of God that you have received, the anointing that you have received is powerful enough to break that bondages. Whatever that is upheld, that is held up, held with, that is withheld, God is going to release it today in your life. It will not be withheld forever, but He will receive it, He will release it into your life today. Praise the Lord. അവർക്കാർക്ക് വിടുതലുണ്ട്. All those who are in captivity will receive the freedom today. മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും രോഗ ഏത് തടവറയാണെങ്കിലും ആത്മാവിന് വിഷയമല്ല, ആത്മാവിന് വിഷയമല്ല, അഭിഷേകത്തിന് വിഷയമല്ല. സകല ദൈവാത്മാവിന്റെ അല്ലാത്ത സകല തടവറയിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ ഈ ജനം പുറത്തു വരട്ടെ, തലമുറകൾ പുറത്തു വരട്ടെ. The mighty name of Jesus. ആത്മാവിൽ കൽപ്പിക്കുകയോ ഇത് ദൈവത്തിന്റെ വകയാണ്, ഇത് ദൈവത്തിന്റെ ജനമാണ്, ഇത് ദൈവത്തെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. നിനക്ക് ഹോൾഡ് ചെയ്യാൻ, നിനക്ക് തടയാൻ കഴിയത്തില്ല. ആത്മാവ് പുറത്തുകൊണ്ടുവരട്ടെ, അഭിഷേകം പുറത്തുകൊണ്ടുവരട്ടെ യേശുവിന്റെ നാമത്തിൽ. ശത്രുവിന്റെ സകല നിയന്ത്രണങ്ങൾ പുറത്തു പോകട്ടെ, ശത്രുവിന്റെ സകല നിയന്ത്രണങ്ങൾ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഭവനം ഭവനം ഭവനം
ഉദകം ധവനം ധവനം ധാരം അർത്ഥം ഭവനം ധവനം ജഗരം അടകം ധവനം ധവനം പുറത്തുവ യേശുവിന്റെ നാമത്തിൽ ആ മാനസിക ബന്ധനങ്ങൾ അഴിയട്ടെ, ശരീരത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. Glory to God. Hallelujah. No matter what kind of captivity you are in, maybe it is mental captivity, maybe it is physical captivity, maybe it is an illness that you are going through. No matter what kind of captivity, Holy Spirit is breaking the chains. Holy Spirit is breaking you out and giving you that freedom. Let Holy Spirit bring you out of that captivity. Come out in the name of Jesus. Come out in the name of Jesus. Let the captivity be broken today. Let your mental captivity be broken today in the name of Jesus. Come out of it. Come out of it. Come out of it. Hallelujah. Oh, ശക്തിയാലയല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ. By the power of God. By the power of God. Hallelujah. 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 Thank you, Jesus. തടവറകൾ പൊട്ടുകയാ, അവൻ തടവറകൾ പൊട്ടുകയാണ്. നിന്നെ തളച്ചിട്ടതുപോലെ എവിടെയോ നിന്നെ അവൻ ഒതുക്കിയ ചില തടവറകൾ പരിശുദ്ധമോ പൊട്ടിക്കുക. ആനന്ദിക്കേണ്ട പോലെ, സന്തോഷിക്കേണ്ട പോലെ, ആരാധിക്കേണ്ട പോലെ നിന്നെ ഒതുക്കി കളഞ്ഞ ചില മൃഗങ്ങൾ ഇന്ന് പകരക്കാല പദ്ധതി തടവറയിൽ സ്വാതന്ത്ര്യം, ബദ്ധന്മാർക്ക് വിടുതൽ. ആത്മാവ് ചെയ്യട്ടെ, പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ, അഭിഷേകം ചെയ്യട്ടെ. ആദ്യമായി ടച്ചിന് പകരം ചിലരെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അവൻ കർത്താവ് പകരം തരികയാണ്. കർത്താവ് പകരം തരികയാണ്. Thank you, Lord. Thank you, Jesus. Hallelujah. Hallelujah. അടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് യഹോവയുടെ പ്രസാദ വർഷം. The year of Lord's favor. Praise the Lord. ഒരു വർഷ പ്രാർത്ഥന ഞാൻ ആ ഭാഗം തൊട്ടുപോയത് പ്രസാദ ദിവസം. During one of our fasting prayer, I touched upon the Lord, the day of Lord's favor. അങ്ങനെ ഒരു ആണ്ട്, അങ്ങനെ ഒരു ദിവസം നമുക്കുണ്ട് കേട്ടോ. There is a day, there is a year of Lord's favor in our life. വിശ്വസിക്കുന്നുണ്ട്? How many of you believe this? എന്നും കണ്ണുനീരിന്റെ, എന്നും അങ്ങ് ഞെരുക്കത്തിന്റെ, എന്നും അങ്ങ് ഒറ്റപ്പെടലിന്റെ, എന്നും അങ്ങ് സ്വപ്നങ്ങളും ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ചിരിക്കാനോ സന്തോഷിക്കാനോ ആരാധിക്കാൻ കഴിയാതെ പോകുന്ന ഒരു ഫേവറബിൾ ഡേ. ദൈവത്തിന് ഒരു പ്രസാദ കാലം, ദൈവത്തിന് ഒരു പ്രസാദ വർഷം. ദൈവസഭയെ എന്നെ കേൾക്കി, ദൂതുകൾക്ക് ദൈവത്തിന്റെ പൈതല് നിനക്കൊണ്ട് ദൈവത്തിനൊരു പ്രസാദ വർഷം. അവൻ നിന്നെ ഓർക്കുന്ന ഒരു ആണ്ട്, നിന്റെ വിഷയത്തെ ഏറ്റെടുക്കുന്ന ആ ദിവസം, ഒരു ഫേവറബിൾ ടൈം ദൈവസഭയെ നിന്നെ കൊണ്ടെന്ന്.
Holy Spirit is proclaiming a year of Lord's favor upon your life. Oh. A year of Lord's favor. You have this year. You have this year of favor upon your life. Regardless of the troubles that you are going through, the tears that you are shedding, the isolation that you have, Hallelujah. regardless of all those experiences, my dear child, there is a year of Lord's favor upon your life. It is near. You will experience this year of Lord's favor in your ഒന്ന് life. പറഞ്ഞേ, എനിക്കങ്ങൊരു ദിവസം ഉണ്ടെന്ന് പറഞ്ഞേ. Let us declare it. I have such a day in my life. ആമേ, ഫേവറബിൾ ഇയർ എനിക്കുണ്ട്. ഒരു പക്ഷേ ഈ 2026 ആമേ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആ പ്രസാദ വർഷമായി ദൈവാത്മാവ് തീർക്കട്ടെ. Declare to yourself, I have a year of Lord's favor in my life. Maybe it is the year of 2026 that becomes the Lord's favorable year in your life. അവൻ ഊട്ടപ്പിശാച് ഞെരുക്കി അടിമത്തത്തിനകത്തിട്ട് തകർത്തു വെല്ലുവിളിക്കുമ്പോൾ ദൂത് പറയുകയാണ്, കുഞ്ഞെ ഒരു പ്രസാദ വർഷമുണ്ട്. നിന്നെ പൊക്കിയെടുക്കുന്ന, നിന്നെ മാനിക്കുന്ന, അന്തരീക്ഷത്തെ മാറ്റുന്ന ഒരാണ്ട് നിനക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് അവർക്ക് ഏറ്റെടുക്കാൻ കഴിയും. യേശുവിന്റെ നാമത്തിൽ ആമേൻ. അത് സഭയുടെ അകത്ത്, കുടുംബങ്ങളുടെ അകത്ത് വെളിപ്പെട്ടു വരട്ടെ. When the evil one is crushing you Glory, from all glory, glory. sides, when the evil one is not allowing you, blocking your path, withholding your blessings, when the evil one is crushing you from all sides, I declare in the name of Jesus, the Holy Spirit is declaring to you that there is a year of favor in your life. Praise the Lord. Hallelujah. ഞെരുക്കത്തിന്റെയും കഷ്ടത്തിന്റെയും ഒക്കെ ആണെങ്കിലും അവൻ വചനം പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രസാദ വർഷം, ഒരു പ്രസാദ കാലം. നിന്റെ വിഷയത്തെ ഏറ്റെടുക്കുന്ന, നിന്നെ തൊടുന്ന, നിന്നെ മാനിക്കുന്ന ഒരു ദിവസം ഉണ്ടെന്നുള്ളത് ഇന്ന് രാത്രി കാലം മറക്കരുത്. You should not forget that even if there are troubles, even if there are problems in your life, it is full of issues, full of conflicts, full of unresolvable issues in our life. But remember, there is a day of Lord's favor in your life. There is a year of Lord's favor in your life where Holy Spirit will give you deliverance. Holy Spirit will answer to your problems, and Holy Spirit will take up those issues as God's issue and deal with it and honor you. Praise the Lord. Hallelujah. യഹോവയുടെ ദൂതൻ സാറയുടെ ഒരു ദൂത് പറഞ്ഞു, ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. The angel of God came to Sarah and told that I will return to you about this time next year. ഒരു മകൻ ഉണ്ടാകും. You will have a son. ഫേവറബിൾ ഇയറിനെ പറ്റി ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്, അന്ന് തൊട്ട് പോകുന്നേ ഉള്ളൂ. I'm touching upon this as we speak about favorable year. എത്ര വർഷം കാത്തിരുന്നു? How many years they waited? 24ാമത്തെ വർഷം ദൈവം എന്നിട്ട് പറയുകയാണ്, അടുത്തയാണ്ട് ഒരാണ്ട് കഴിഞ്ഞിട്ട്. They waited for 25 years. On 24th year, the God is speaking to them next year, after 1 year. ഞാൻ ഒന്നുകൂടെ ഒരു വരവ് വരും. I will use you again. ഇന്ന് മാനിച്ചു, I will honor you. ഇന്ന് തൃപ്തരാക്കി. I will satisfy പക്ഷെ you. വെറുതെ പോകത്തില്ല. But I will not leave you. അബ്രഹാം പറഞ്ഞില്ല കുഞ്ഞിന്റെ കേസ്. Abraham did not mention about the issue of not having a child to the angels while he honored and satisfied them. ഒന്നും പ്രത്യേകം ഷെയർ ചെയ്തില്ല. He did not share any of the troubles. പക്ഷെ ആത്മാവ് സ്കാൻ ചെയ്ത ഭവനത്തെ മുഴുവൻ. But the Holy Spirit scanned the entire നിങ്ങൾ family. വിചാരിക്കരുത് ഈ അപ്പവും ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ ഇറച്ചി അപ്പവും കഴിച്ച് ആസ്വദിക്കുകയല്ല. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അബ്രഹാമേ, സാറ് നിന്റെ കുടുംബത്തെ നോക്കുന്ന, നിന്റെ അന്തരീക്ഷത്തെ ആരായുന്ന ദൈവത്തിനെ ഇവിടെ ആരാധിക്കുമ്പോൾ, ഇവിടെ കണ്ണുനീരൊഴുക്കുമ്പോൾ, ഇവിടെ സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ നിന്റെ ആ പാട്ട് മാത്രമല്ല കേൾക്കുന്നത്, നിന്റെ കുടുംബം, നിന്റെ കുടുംബജീവിതം, നിന്റെ തലമുറ, നിന്റെ ഹൃദയം, നിങ്ങളുടെ ഉയർച്ചകളെ എണ്ണുന്ന ദൈവത്തിന് പരിശുദ്ധാത്മാവുണ്ട്. ഇന്ന് പകലക്കാലം അത് അറിഞ്ഞാണ് ദൈവാത്മാ ദൂത് പറയുന്നത്, ഒരു ഫേവറബിൾ ഇയർ നിനക്ക് വേണ്ടി സ്വർഗം വെച്ചിട്ടുണ്ടെന്ന്.
when Abraham set the table before the men of God, when he treated them with meat and bread, you should not think that they were just eating those things and enjoying it. While they were eating it, the Holy Spirit was scanning their family. Hallelujah. The things that you would not have mentioned, the things that you did not brought up to God, but while you are pleasing God, while you are honoring God, while you are pleasing Him, God is scanning through your life, scanning the Hallelujah. problems, and God has kept a day of favor, a year of favor, a year of deliverance in your life. ഇന്ന് പകൽ കുഞ്ഞെ ഹൃദയത്തെ കണ്ടിട്ട് പരിശുദ്ധാത്മാവ് ഈ ദൂത് പറയുകയാണ്, നിന്നെ മാനിക്ക്, നിന്റെ വിഷയത്തെ എക്സ്ക്ലൂസീവായി നിനക്ക് വേണ്ടി ഒരു ദിവസം, നിനക്ക് വേണ്ടി നിന്റെ വിഷയത്തെ ഡീൽ ചെയ്യുന്ന, നിന്റെ വിഷയത്തെ ഏറ്റെടുക്കുന്ന, ചിലത് നിനക്ക് പകരം തരാൻ അവൻ പദ്ധതി ഇടുന്ന ഒരു ദിവസം നിനക്കുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് എത്ര പേർ കർത്താവേ ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് ഏറ്റെടുക്കുന്നു പറയുവാൻ ഇന്ന് എത്ര പേർക്ക് കഴിയും? Today, Holy Spirit is looking at your heart, and Holy Spirit is declaring that there is a day, the problems that you are going through, the troubles that are stuck with, the Holy Spirit is going to take up those problems. There is a day Holy Spirit will take up your issue and bring you deliverance. How many of you can believe this? How many of you can declare this in your life, that God, I believe that you are going to take up my issue and honor me in the midst of all those troubles. You are going to honor me. ഉൽപ്പത്തി 21:1 വായിക്കുന്നു, അനന്തര യഹോവ താൻ അരുളി ചെയ്തിരിക്കുന്ന പോലെ 18-ാം അധ്യായത്തിൽ അരുളി ചെയ്തതുപോലെ സാറയെ സന്ദർശിച്ച് താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ച്. എല്ലാവരും കണ്ടെത്തുന്ന വാക്യം Genesis 21 verse 1, it says, the Lord visited Sarah as he said. In the chapter of 18, in the 18th chapter, what he mentioned, he is fulfilling that. And in chapter 21, he says he visited Sarah, and Lord did as he spoke unto Sarah. മടങ്ങി വരുമെന്ന് പറഞ്ഞാൽ കർത്താവ് വരും. When he says I will return, he will definitely come. ഒരാണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ട് മറക്കുന്നവനല്ല. സാറ പോലും വിചാരിച്ചില്ല, പക്ഷെങ്കിൽ ഗോഡ് വിസിറ്റഡ് സാറ, ദൈവം സാറയെ. ഇന്ന് ദൂത് വെളുപ്പുള്ള ഓർത്തോളം, ആ ദൂതിനോടൊപ്പം ആ ഫേവറബിൾ ടൈം ആകുമ്പോൾ പാസ്റ്റല്ല, ദൂതനല്ല, ദൈവം തന്നെ ഇറങ്ങി വന്ന് ആ വിഷയം നിനക്ക് കൈത്തരാൻ, നിന്റെ ഭവനത്തിന് വിടുതലായി തീരാൻ സ്വർഗം തന്നെ ഇറങ്ങുമെന്ന്. Even Sarah would not have thought that after 1 year the heavens will open and the angel will come to. But God is not the God who will give a promise and forget it. When he said after 1 year, about this time I will come, he came after 1 year. Even if you don't believe that things will happen, the God who promised deliverance in your life, he will come. The heavens will open and the angels will come and give you that deliverance. നിർജീവമായി പോയ ഗർഭപാത്രം. The womb of Sarah was infertile. ഒരു തലമുറ ഉരുവാകാൻ സാധ്യതയില്ലാത്ത കുടുംബ അന്തരീക്ഷം. The situation in the family is in such a way that there is no hope that a generation will come out of that family. ഈ ഫേവറബിൾ ടൈം ആകുമ്പോൾ, but when the Lord's favorable time came, ഒരു സാഹചര്യവും വേണ്ടെന്ന്. You don't need the situation to be in എത്രയോ favor തവണ of ഈ you. ശബ്ദം ഈ സഭയ്ക്ക് ഒരു സാധ്യതയും ദൈവത്തിന് വേണ്ട. നിങ്ങളിൽ ഒരു അത്ഭുതം ചെയ്യാൻ ഒരു സാധ്യതയും ദൈവത്തിന് വേണ്ടെന്ന് ചില ബലഹീനമായ ചില മേഖലകളെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ബലപ്പെടുത്തട്ടെ. ചില വാഗ്ദത്ത നിവർത്തികൾ ചില കുടുംബങ്ങളുടെ മേൽ ദൈവാത്മാവ് കൽപ്പിക്കട്ടെ. ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന് വിധി എഴുതിയെടുത്ത് ദൈവം ഇറങ്ങിയാൽ, ദൈവം വിസിറ്റ് ചെയ്താൽ അത് അത്ഭുതകരമായി മാറുമെന്ന്. God doesn't need any chances. Even if you see that there are no chance that this will happen, but you have received the promises of God. If the promise of God is there, the God who promised is faithful enough to fulfill those promises in your life. Even if it was dead, even if there was no scope, there is no hope, there is no chance, but you remember the one who promised you will come, and in his favorable time he will deliver you. സിയോസിന്റെ വിഷയം വലിയൊരു വിഷയമാണ്.
The issue of COS is a big issue. PR-ന്റെ വിഷയം വലിയൊരു വിഷയമാണ്. PR is another one thing. ഏത് മന്ത്രി പുതിയ ആള് വരുന്നതോ പോകുന്നതല്ല നമ്മുടെ വിഷയം. അത് പ്രതിസന്ധിക്കകത്ത് നിർജീവത്തിനകത്ത് സ്വർഗം ഇറങ്ങിയാൽ ദൈവം ഇറങ്ങിയാൽ അവൻ കർത്താവ് കാര്യങ്ങൾ തിരിച്ചു വന്ന് അവിടുന്ന് പകൽക്കാലം ഹല്ലേലൂയ ഭാവിയെ ഓർത്ത് കുടുംബത്തെ ഓർത്ത് തലമുറയെ ഓർത്തൊക്കെ ഭാരപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇന്ന് ഫേവറബിൾ ടൈമിന് വേണ്ടി പ്രാർത്ഥിക്ക്. അന്ന് സ്വർഗം ഇറങ്ങുമ്പോൾ നിയമത്തിന് വിരുദ്ധമായി നിയമപ്രകാരം അല്ലെങ്കിലും രാജാവ് പൊൻചെങ്കോൽ ഉയർത്തിയതുപോലെ നിനക്ക് വേണ്ടി സംസാരിക്കാൻ, നിനക്ക് വേണ്ടി ഇടപെടാൻ, അവൻ അന്തരീക്ഷത്തെ തിരിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ കരമുണ്ടെന്ന് ഇന്ന് പകൽക്കാല ദൈവസഭയെ നീ ആത്മാവിൽ വിശ്വസിച്ച് കർത്താവ് വിസിറ്റ് ചെയ്യട്ടെ. അധികം ഭാരമുള്ള നിന്റെ വിഷയത്തെ കർത്താവ് വിസിറ്റ് ചെയ്യട്ടെ. നിന്റെ വിഷയത്തെ കർത്താവ് ഏറ്റെടുക്കട്ടെ. Regardless of the problem that you are going through, let it be COS, let it be your children, let it be the financial struggles, let it be anything. Regardless of all those problems, the power of Holy Spirit that is residing upon you, it is powerful enough to rewrite the legal thing. We don't bother about the ministry, we don't more bother about who will declare what at what time. But if you rely on the power of Holy Spirit, the one who promised that deliverance in your life, things will come in your favor, decisions will come in your favor because of the power of Holy Spirit bestowed upon you. നമുക്ക് വേണ്ടി ഒരു ദിവസം ഉണ്ട്. There is a day in your favor. നിന്ന ഉരുട്ടി കളയുന്ന ഒരു ദിവസം ഉണ്ട്. There is a day the shame is rolled away from you. എത്ര പേര് വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി കർത്താവ് ഇറങ്ങുമെന്ന്? How many of you believe the Lord will come down for me? അവൻ വേഗത്തിൽ അടുത്തൊരു ഭാഗത്തോട്ട് പോകാം, ഞാൻ സമയം ഓടി പോകുന്നല്ലോ. ആമേൻ സ്തോത്രം. ആ ഭാഗം മുഴുവൻ വായിച്ച് തീർന്നില്ല കുഴപ്പമില്ല, പിന്നെ ഒരു ദിവസം നമുക്ക് ധ്യാനിക്കാം. ആമേൻ സ്തോത്രം. അടുത്തത് വായിച്ച് ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പിക്കുവാനും സിയോണിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പകരം കൊണ്ടുവരുന്ന കാര്യം ഞാൻ പറഞ്ഞ എല്ലാം ഒന്നുകൂടെ ആദ്യം മുതൽ പറയണമെന്ന് സമയമുണ്ട്, പക്ഷേ സമയം പോവാ. I'm mentioning what the Holy Spirit is giving in return, or what the Holy Spirit is replacing in our life. ഇപ്പം പ്രതിസന്ധികളൊക്കെ വന്ന് ദുഃഖിതന്മാർ മുഴുവൻ ഇപ്പം വെണ്ണീറിനകത്ത് ചാരത്തിനകത്തിരിക്കുക. There are troubles and there are problems, and those who mourn are in ashes now. അപ്പോൾ ലോകത്തിന് തരാനുള്ളത് ഇതേ ഉള്ളൂ. That is what the world can give you. അപ്പം ഇതിനകത്ത് ഇരുത്തുക എന്നുള്ളതാണ്. It is to keep you in the ashes. ഇങ്ങനെ അങ്ങ് മുൻപോട്ട് പോകണം. You just have to lead your life like that. പക്ഷെ കർത്താവിന് അഭിഷേകവും ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. But the Lord says the Spirit of God and the anointing is upon അതുകൊണ്ട് you. ഈ വെണ്ണീറിന്റെ ചാരത്തിന് പകരം ഒരു അലങ്കാരമാല ഞാൻ തിരിച്ചു തരും. Because of this anointing, instead of the ashes, He will give a crown of beauty. കർത്താവേ, ലോകം തരുന്നതല്ല എനിക്ക് വേണ്ടിയത്. Lord, we do not want what the world gives us. ദുരാത്മ ശക്തികൾ തരുന്നതല്ല എനിക്ക് വേണ്ടിയത്. We do not want what the evil spirit gives us. ഇന്ന് പകലൊക്കെ ആത്മാവ് എന്തെങ്കിലും പകരം തരാനുണ്ടെങ്കിൽ അതെനിക്ക് വേണം. If Holy Spirit has something for me in return that it replaces in my life, I need those. Praise the Lord. Hallelujah. I mean, യോബിനെ പറ്റി പറയുന്നുണ്ട്, ഒരു വൃക്ഷമായാൽ എന്തുകൊണ്ട് അതിനെ വെട്ടിയാലും അതിന്റെ വേര് അറ്റുപോയാൽ അല്ലേ, അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് എന്ത് ചെയ്യും? അത് പ്രതീക്ഷകളൊക്കെ എത്ര അസ്തമിച്ചെന്ന് പറഞ്ഞാലും അവൻ കർത്താവ് പറയുകയാണ് ആ ബ്യൂട്ടി തിരിച്ചു തരാൻ ദൈവത്തിന് കഴിയത്തുള്ളൂ. In the book of Job, it says that if a tree, if it is destroyed, if the roots are rotten or roots are gone, even if it is destroyed to such an extent, once it feels, it sends the moisture of the water, then the new sprouts will come out of it, new shoots, the tender branches will come out of it. ചാരം എന്ന് പറയുന്നത് നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിച്ച ചാരമാണ്. ഒരു ഭാഗത്ത് പറഞ്ഞല്ലേ, അവൻ ഈ ചാരത്ത് നിന്ന് ഞാൻ കല്ലുകൾ എന്ത് ചെയ്യും? എഴുന്നേൽപ്പിക്കും. Ashes signifies the loss of hope. When all the hope is lost, when everything is over, that is what ashes signifies. But from these ashes, He will rise up new beginnings for us. തോൽവിയുടെ തകർച്ചകളുടെ വെണ്ണീരിനകത്ത് ചാരക്കുമ്പാരത്തിനകത്ത് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ
ഇന്ന് പകലേക്കും കർത്താവിന് പകരം തരാനായിട്ടുണ്ട്. ഒരു ബ്യൂട്ടി, ഒരു മനോഹരത. ആമേൻ. നിന്നെ മാനിക്കുന്ന ചിലത് ദൈവത്തിന് ആത്മാവ്, മനുഷ്യനല്ല, ദൈവാത്മാവ് പകരം തരും. ഏത് വിഷയത്തിലാണോ തല കുനിഞ്ഞത്, കേട്ടോ, ഒരു ദൂത് പറയുകയാ. ഏത് വിഷയത്തിലാണോ തല കുനിഞ്ഞത്, ഏത് വിഷയത്തിലാണ് ഇപ്പോൾ ഒരു പരാജയം എന്ന് തോന്നിയത്, കുറിച്ചു വെച്ചോ ദൈവത്തിന് പൈതലെ പകരം ഒരു മാന്യത. ആ പരാജയപ്പെട്ട അതേ വിഷയം, അവൻ നീ തകരുന്ന കരയുന്ന അതേ വിഷയം, നാളുകൾ നിനക്കൊരു അഭിമാനമായി, നിനക്കൊരു മാന്യതയായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവ് മടക്കി തരുമെന്ന് ചിലരുടെ പകൽ ആത്മാവ് ദൂത് പറയുക. Holy Spirit is declaring to certain lives sitting here today, in which all problems that you are struggling with, in which all problems you felt that you are rejected, you are a failure. Today, Holy Spirit is telling you, even if you sit on those ashes without hope, that you are rejected and you are a failure, in those issues, in the very same issue, Amen. Holy Spirit is going to honor you. Holy Spirit is going to replace those ashes with a crown of beauty and honor in your life. ഹല്ലേലൂയ. ഒരു മാന്യത തിരിച്ചു വരുന്നുണ്ട്, കേട്ടോ. There is an honor that is coming your way. ഭവനത്തിന്റെ കുടുംബ അന്തരീക്ഷത്തിനകത്തൊരു മാന്യത ദൈവത്താൽ ഒരുക്കപ്പെട്ട് നിനക്ക് തരാൻ ആത്മാവിന് പകലക്കാലം ഒരുക്കപ്പെടുകയാണ്. God is preparing an honor for your family. ഏറ്റവും കൂടുതൽ കരയുന്ന തലമുറയെ കൊണ്ട് നിനക്കൊരു മാന്യതയും തരും. God will give you an honor by the generation that is crying most in their prayers. ഇന്ന് പകൽക്കാലം പ്രതീക്ഷ അസ്തമിച്ചിരിക്കുന്ന ചാര കൂമ്പാരത്തിന് മുൻപിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുകയാണ്. അത് നിനക്ക് അപമാനമായി, ചോദ്യചിഹ്നമായി, നിന്റെ ഹൃദയത്തെ ക്ഷീണിപ്പിക്കുമ്പോൾ, എന്തൊരു ചോദ്യം നിന്റെ അകത്തുരിയുമ്പോൾ, ആ ചാരത്തിന്റെ അകത്തുനിന്ന് നിനക്കൊരു മനോഹരമായ ചില മാന്യതകൾ ദൈവത്തിന്റെ ആത്മാവ് പകരം തരും. വെണ്ണീരല്ല, അതിന് പകരം ഒരു അലങ്കാരം ദൈവം തരികയാണ്. When you're standing in front of those ashes of failure, those ashes of loss of hope, when you're standing in front of that mount of ashes, Holy Spirit is telling you, instead of those ashes, Holy Spirit will give you a beauty of crown, a beauty of honor in your life. ദൈവത്തിന്റെ ഒരു മാന്യതയുണ്ട്, കേട്ടോ. There is an honor that God gives you. പ്രാർത്ഥിക്കുന്ന മാതാവേ, സഹോദരങ്ങളെ, ദൈവത്തിന്റെ ഒരു മാന്യതയുണ്ട്. The parents, the brothers and sisters who are crying in front of the God, there is a honor that God gives you. അടുത്ത് പറയുന്നത്, ആമേൻ, സ്തോത്രം. ദുഃഖത്തിന് പകരം ചാരമാണ്, അതിന് പകരം അലങ്കാരമാണ്. വീണ്ടും എന്താണ് പറയുന്നത്? ആമേൻ, ദുഃഖത്തിന് പകരം ഇതാരാ തരുന്നത്? ഇത് മറ്റാർക്കും തരാൻ പറ്റത്തില്ല പ്രിയരെ. അഭിഷേകം, ആത്മാവ് എന്റെ മേലിരിക്കും. ഇത് ചിലതങ്ങോട്ട് പകരം തരും, കേട്ടോ. ഇത് പ്രാപിച്ചുകൊണ്ട് വേണം ദൈവസഭ മടങ്ങി പോകുവാൻ. അവൻ ദുഃഖിക്കുന്ന ഒരുപാട് കാര്യമുണ്ട്, ഹൃദയം മുറിയുന്ന ഒരുപാട് വിഷയമുണ്ട്. അതവിടെ ഇരിക്കുമ്പോൾ തന്നെ ആത്മാവ് എന്ത് തരും? വീണ്ടും മുറിക്കുകയല്ല, വീണ്ടും മുറിവ് വലുതാക്കുകയല്ല. അഭിഷേകം, ആത്മാവ് എന്ത് ചെയ്യും? അവൻ നിന്റെ തലയുടെ മീതെ, നിന്റെ ശിരസിന്റെ മീതെ ഒരു ആനന്ദ തൈലം അവൻ ഒഴിപ്പാടയായി തീരും. While instead of ashes, he gives a beauty of crown. Look carefully. Instead of mourning, instead of crying, while you are saddened, while you are despair, while you are troubled with all those grief, all those mourning, God gives instead of that an oil of gladness. It is not wound upon wound. It is not increasing the wound. It is not hurting you further. But instead of that, while the reason for all the mournings are still existing, while the problems are right in front of you, he will anoint you with an oil of gladness. ആശ്വസിപ്പിക്കുന്നല്ല പറഞ്ഞത്. He is not comforting you. Supernatural joy. A supernatural joy. Hallelujah. Hallelujah. എത്രപേര് പലകാലം ആഗ്രഹിക്കുന്നുണ്ട്? How many of you desire this today? പലപ്പോഴും സന്തോഷിക്കാൻ നമുക്ക് പറ്റുന്നില്ലെന്ന്. Many times we are not able to be happy with our life. ആനന്ദിക്കാൻ പറ്റുന്നില്ല. We are not able to rejoice. ചില മുറിവുകൾ, ചില പ്രതിസന്ധികൾ, ചില നഷ്ടങ്ങൾ, ചില വേർപാടുകളൊക്കെ നമ്മളെ പരിധിക്ക് അപ്പുറമായി ഹൃദയത്തെ മുറിക്കുമ്പോൾ ആത്മാ പറയുന്നു, ഞാൻ നിനക്ക് പകരം
തരും. എന്നും ചാരത്തിനകത്ത്, എന്നും വെണ്ണീരിനകത്ത്, എന്നും വിലപിച്ചിരിക്കാനല്ല. ഒരു കൂട്ടുകാരൻ്റെ ഇല്ലാത്ത, ഒരു തൈലക്കാരൻ്റെ ഇല്ലാത്ത, ഒരു മനുഷ്യന് കൂട്ടിയെടുക്കാൻ പറ്റാത്ത ഒരു തൈലക്കൂട്ട് ആത്മാവിന്റെ കയ്യിലുണ്ട്. അത് നിന്റെ ശിരസിന്റെ മേൽ വരുമ്പോൾ അത് ആനന്ദത്തിന്റെ അഭിഷേകമാണ്. അവൻ പ്രതിസന്ധിക്കകത്ത്, വെല്ലുവിളിക്കകത്ത് നീ ആത്മാവിൽ സന്തോഷിക്കാനായിട്ട് തുടങ്ങും. When the problems are overwhelming in your life, when you have all those despair, all those sadness, all those problems in your life, Holy Spirit is telling that there is a special combination of ingredients of oil of gladness that God is going to bestow upon you. Regardless of the trouble, regardless of the problem, in the midst of that, He is going to pour out this anointing, pour out this oil upon you that will help you rejoice in the presence of God. Praise the Lord. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. പക്ഷെ നമുക്കിതുവരെ ഒരു ആനന്ദവും, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അറ്റ്ലീസ്റ്റ് ദൈവസന്നിധിയിലെങ്കിലും എന്ത് ചെയ്യണം? വീട്ടിൽ പോയാൽ ചിരിക്കൂ? ആരെയല്ലോ ചിരിക്കുമോ? വീട്ടിൽ പോയാൽ സന്തോഷിക്കുമോ? വീട്ടിൽ പോയാൽ എന്തെല്ലാം പറഞ്ഞുള്ള ബഹളങ്ങളല്ലേ? അപ്പം ദൈവസന്നിധി ഇരിക്കുമ്പോഴല്ലേ എന്ത് ചെയ്യണം? ആരോട് പറയാൻ? എങ്ങനെയാണ് കഴിഞ്ഞു കിട്ടി? ഇപ്പം എല്ലാവരും നോക്കി ഈ പുള്ളി എപ്പം നിർത്തുമെന്ന് അമ്മയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പേരെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെങ്കിൽ സ്വത്രം വേണ്ടിയ കുറച്ച് പേരുണ്ട്, അവർക്ക് വേണ്ടി ദൂത് പറയുന്നത്. സ്വത്രം എല്ലാം തികഞ്ഞവർക്ക് ഇത് ഏക്കത്തില്ല. പക്ഷെങ്കിൽ ഹൃദയത്തിന്റെ മുറിവുള്ളവർക്കറിയാം ഇത് ആരോടാ സംസാരിക്കുന്നതെന്ന്. ശ്രദ്ധിച്ചേ, ആനന്ദ തൈലം എന്ന് വെച്ചാൽ ഇത് വീണ് കഴിഞ്ഞാൽ വേദന ഉണ്ടെങ്കിൽ കരയാൻ പറ്റത്തില്ല. ഈ തൈലം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. This is such an oil of anointing that if this oil of anointing it falls upon you, even if you have the wounds, you will not feel that pain. You will not feel like crying out of these wounds, and you will be rejoicing in the spirit because of this anointing. ഹന്ന പറഞ്ഞിട്ടുണ്ട്, അവള് മുഷിഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് പട്ടിണി കിടക്കുന്നവളായിരുന്നു ഈ ഹന്ന. Hannah mentioned that she was despair, she was crying, and she was even fasting because of the pain that she was going through. ഒരു തരത്തിൽ അവൾക്കൊരു സന്തോഷമില്ല. There was no way she was able to experience some joy in her life. പക്ഷെ കർത്താവ് അവളെ ഓർത്തു. But God remembered her. ഒരു പാട്ട് പാടുന്നുണ്ട്, 1:2 വായിക്കുന്നില്ല. എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. 1 Samuel 2:1, there's a song that she sings, my heart rejoices in God. ഒന്നാം അധ്യായത്തിൽ കാണുന്ന ഹന്നയെ അല്ല രണ്ടാം അധ്യായത്തിൽ കാണുന്നത്. We are not seeing the Hannah that we saw in the first chapter. In the second chapter, we see a different Hannah. ഇതാണ് ദൈവം സന്തോഷിപ്പിച്ചാൽ. പെനീന അതുപോലെ തന്നെ ഉണ്ട്, പ്രശ്നങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. പക്ഷെങ്കിൽ കർത്താവ് തൊട്ട് കഴിഞ്ഞപ്പോൾ, ദൈവം അവളെ ഓർത്ത് കഴിഞ്ഞപ്പോൾ അവളൊരു പാട്ട് പാടുകയാണ്. അമിസ്വത്രം എന്റെ ഹൃദയം ദൈവത്തിൽ ആനന്ദിക്കും. ഇന്ന് പകൽക്കാലം ദൈവം ഇതല്ല മറ്റൊന്നുമില്ലെങ്കിലും പ്രതിസന്ധികളൊക്കെ ഉണ്ട്. ഇന്ന് ആലയത്തിൽ വന്നിട്ട് വെറുതെ കാഴ്ചക്കാരെ പോലെ കേൾവിക്കാരെ പോകാതെ കർത്താവിലും ആനന്ദിക്കുന്നത്. ഇത് കർത്താവിന് മാത്രം പകരാൻ കഴിയത്തുള്ളൂ. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യുന്ന ഇത് ദൈവാത്മാവ് ചെയ്യുകയാണ്. This is how the change happens when God remembers us. This is how the change happened in Hannah's life when God remembered her. Although she was crying, she was despair, but look at her in chapter 2. She is rejoicing in God. She is singing a song of rejoice. Even though the troubles are the same, the situation did not change, but when God remembered her, she is rejoicing. My dear, Holy Spirit is encouraging you today. You should receive right now as we speak, as you listen to the word of God, you should receive this joy, this anointing of joy in your life. അടുത്ത ഭാഗം കൂടെ വായിച്ചേ. നമ്മുടെ ഉപവാസപ്രാർത്ഥന വിശദമായിട്ട് ചിന്തിച്ച വിഷയം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എല്ലാ ആഴ്ചയും എല്ലാ മാസവും വരുന്നവർക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. ശ്രദ്ധിച്ചാട്ടെ, വിശന്ന മനസ്സിന് പകരം അവിടെ പറഞ്ഞ് നമുക്ക് നിർത്താമെന്ന് തോന്നില്ലയോ? Instead of a spirit of despair, he gives you a garment of praise. ഈ ലോകം തരുന്നത് മുഴുവൻ ഈ സ്പിരിറ്റ് ഓഫ് ഹെവിനെസ് ആണ്. The world gives us spirit of heaviness. ഈ ഹെവിനെസ് എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര ഭാരം. You will feel a huge burden within your heart. ചില മരത്തില് എന്താ നടത്തില്ല, ഭയങ്കര ഭാരമാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം തൊട്ട് ഭയങ്കര, എന്നാന്ന് ചോദിച്ചാൽ പ്രസവിച്ചൊന്നുമില്ല, പക്ഷെ എന്തോ ഒരു
Some of you might say that when I woke up in the morning itself, I can feel that my heart is burdened. I do not know the reason for it though. അങ്ങനെ അനുഭവിച്ചവരാരെങ്കിലും ഉണ്ടോ? How many of you have experienced such അതേ things? ഉള്ളന്നല്ലേ. ഓരോ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ കൊണ്ട് അവസാനം കൊണ്ടെത്തുന്നത് ഈ വിഷയത്തിനകത്ത്, നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ ഹെവിനെസ് അങ്ങോട്ട് വർദ്ധിപ്പിക്കാൻ തുടങ്ങും. All the problems, all the troubles that we experience, what it inflicts is that it will bring up this burden within our heart. അപ്പൊ ഇത് ബ്രേക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ആരാധിക്കാനും പറ്റത്തില്ല, ദൂത് പറഞ്ഞാൽ ഏറ്റെടുക്കാനും പറ്റത്തില്ല, ചർച്ചിൽ പോകാനെന്നോ ഏത് കേട്ടാലും നിങ്ങൾക്ക് ഇത് ഏക്കത്തില്ല. കാരണം ഈ സ്പിരിറ്റ് ഓഫ് ഹെവിനെസ് ഒരു പരിധിക്കപ്പുറം നിങ്ങൾ ഹോൾഡ് ചെയ്താൽ നിരാശയിലോട്ട് നിങ്ങൾ തള്ളിവിടും. If the spirit of heaviness is holding you, then you will not be able to praise, you will not be able to worship, you will not be able to receive the word of God, and it will push you towards the darkness of low mood and depression. അപ്പൊ ഇത് കണ്ടിട്ട് ദൈവാത്മാവ് പകരുകയാണ്. And looking at this, the Holy Spirit is saying, ഇതിന് പകരം instead of this, സ്തുതി എന്ന മേലാട, the garment of praise. അയ്യോ ഇത് ഭയങ്കരമാണ് കേട്ടോ. നിങ്ങൾ ഈ പോകാനുള്ള മൂടായതുകൊണ്ട് ഇനിയും സ്തുതി എന്ന മേലാട് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ തിരിച്ചു തരും. പക്ഷേ അടുത്ത ആഴ്ച ഇനി നമുക്ക് എന്ത് ചെയ്യാം? സന്തോഷമായിരുന്നു, പ്രാർത്ഥിച്ച് തുടങ്ങിയതൊക്കെ നല്ലതായിരുന്നു. സ്തുതി എന്ന മേലാടൊക്കെ ഇട്ട് 1 മണിയാകുമ്പോൾ ഞങ്ങൾ തിരിച്ചെന്ത് ചെയ്യും? കുഴപ്പമൊന്നുമില്ല, വെച്ചേരം അടുത്ത 10:30 ആകുമ്പോൾ അടുത്ത ആഴ്ച ഞങ്ങൾക്ക് തിരിച്ച്. അപ്പൊ ശ്രദ്ധിച്ചാട്ട് സ്വോത്രം. ബാക്കി നിങ്ങൾ താഴെ പോയി വായിക്കണമേ. ശ്രദ്ധിച്ചാട്ടെ. ഈ ഹെവിനെസ്സിനെ ബ്രേക്ക് ചെയ്യാൻ ഒറ്റ സൈക്കോളജിയോ സൈക്കാർട്ടിസ്റ്റ് ഒരു കാര്യമില്ല. സ്വോത്രം. ഹല്ലേലൂയ. ഇത് ഈ ഒരു ഈ പുതപ്പ് സ്തുതിയുടെ പുതപ്പ് കൊണ്ട് ഇങ്ങനെ അങ്ങ് മൂടും എന്ന് വെച്ചാൽ പിന്നെ വേറെ ഈ ഹെവിനെസ്സിനെ ബ്രേക്ക് ചെയ്യാൻ എന്തോ ഉള്ളൂ. നിന്നെ പൊതിയും, നിന്റെ ജീവിതത്തെ മുഴുവൻ എന്തുകൊണ്ട് പൊതിയണം? ആരാധന കൊണ്ട്, മഹത്വം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവനായി നീ അങ്ങോട്ട് മാറുമ്പോൾ നിന്റെ അകത്തുള്ള ഹെവിനെസ്, നിന്റെ അകത്തുള്ള ആ സ്പിരിറ്റിനെ ദൈവാത്മാവ് ബ്രേക്ക് ചെയ്ത് നിന്റെ ഹെവിനെസ്സിന് പകരം നിന്റെ ജീവിതത്തിന്റെ അകത്തുനിന്ന് ആ ആരാധന, ആ സ്തുതി അങ്ങോട്ട് പുറത്തു വരുവാൻ തുടങ്ങും. No psychologist, no psychiatrist can help you come out of this despair, come out of this despair that you are going through, come out of this heaviness, the burdened heart that you have. To come out of this, what God does is that He will cover you with a garment of praise. Once His garment of praise is upon you, once it is covering you, you will be filled with praises. And once you praise God in spirit and truth, you will come out of this burdened heart. Hallelujah. Hallelujah. ഇറങ്ങി നിങ്ങളോട് നിന്നങ്ങ് ശുശ്രൂഷിക്കണമെന്നുണ്ട്. പക്ഷെങ്കിൽ ഈ സാധനമെല്ലാം കൂടെ പിന്നെ എന്റെ പുറകെ വരും. അതുകൊണ്ടാണ് ഇവിടെ തന്നെ അങ്ങ് നിന്ന് പോകുന്നത്. ശ്രദ്ധിച്ചാട്ട് ഇന്ന് പകരം ഇതൊക്കെ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നത്. So today listen carefully. There are few things that God is planning to give you instead of all those things that we experience. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? How many of you desire this? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? How many of you desire this? ഇന്ന് പകൽ അത് എനിക്ക് നൽകി തരുമാറാകണമേ. Lord, please give those blessings in my life. ആ സ്പിരിറ്റ് ഓഫ് ഹെവിനെസ്സിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ മരുന്നേ ഉള്ളൂ. അത് നീ ആരാധിക്കണമെന്ന്. സ്തുതി 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 നിന്റെ ആദരത്തിൽ നിന്ന്, നിന്റെ അന്തരാത്മാവിൽ നിന്ന് നീ ഭാരത്തെ മറന്ന്, നിന്റെ വേദനയെ മറന്ന് നീ ആരാധന പുറത്തു വരുമ്പോൾ ആ സ്പിരിറ്റ് ഓഫ് ഹെവിനെസ്സിനെ ദൈവാത്മാവ് ബ്രേക്ക് ചെയ്യാനായി തീരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അല്പസമയ ദൈവസഭ ആത്മാവ് ദൈവത്തെ സ്തുതിച്ചാട്ട് സ്പിരിറ്റ് ഓഫ് ഹെവിനെസ് എവിടെയെങ്കിലും മറഞ്ഞു കിടപ്പുണ്ടെങ്കിൽ ഇന്ന് പകലക്കാലം പരിശുദ്ധാത്മാവ് അതിനെ തകർത്തിട്ട് നിന്നെ പൊതിയുന്ന സ്തുതി എന്ന മേലാട ഇത് ആത്മാവ് പകരുകയാണ്, അഭിഷേകം പകരുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ നാവിനെ ബന്ധിച്ച് ആ ബന്ധനം അടിയട്ട് നിന്റെ ദൂതിനെ തടയുന്ന, നിന്റെ ആരാധനയെ തടയുന്ന, നിന്റെ ദൈവിക സന്തോഷത്തെ
അസ്തുതി എന്ന മേലാണ്. പരിശുദ്ധത പകരുകയാണ്, ദൈവാത്മാ പകരുകയാണ്. ഇന്ന് പകലിൽ ഏറ്റുവാങ്ങാൻ കൃപയുള്ളവർ, ഏറ്റുവാങ്ങുവാൻ കൃപയുള്ളവർ അത് പ്രാപിച്ച് മടങ്ങാവൂ. ചില ഭാരം കേൾക്കുമ്പോൾ ഏറ്റുവാങ്ങുമ്പോൾ അതുകൊണ്ട് നടക്കരുത്. അത് നീ ദൈവത്തിന് ഭാരത്തിൽ ഇടയ്ക്ക് വെച്ചിട്ട് പറയണം, കർത്താവേ ഇത് ലോകം തന്നതാ, ഇത് വേദന തന്നതാ, ഇത് കൂട്ടുകാർ തന്നതാ, കുടുംബം തന്നതാ, പക്ഷെ ഇത് വഹിക്കാനല്ല ഞാൻ വിളിക്കപ്പെട്ടത്. ഇത് അങ്ങോട്ട് തരുന്ന പകരം എനിക്കുള്ള ബലം, എനിക്കുള്ള സൗഖ്യം, എനിക്കുള്ള ദൈവിക ആശ്വാസം തരാൻ നീ കരയാൻ തയ്യാറായ ആത്മാവും അഭിഷേകവും പകരം തരുമെന്ന്. Holy Spirit is pouring out a new anointing today. You might have carried many of the heaviness that the world has given you, the rejection has given you, friends have given you, workplace have given you. You would have many wounds and heaviness in your heart. But you declare to yourself, I am not here to carry this heaviness. I am not here to carry this in my life. I am here to receive this garment of praise, this new anointing, so that I will break open all those heaviness. I will take off all those heaviness. Let the garment of praise take it out in my life, and I will declare the glory of God. Let's rise upon our feet. Let's pray together. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളെ തന്നെ വിട്ടുകൊടുത്ത് ദൈവസന്നിധിയിൽ ആരാധിക്കണം. I request all of you to leave yourself unto the control of Holy Spirit and leave the complete control of Holy Spirit and worship in truth and spirit. പരിശുദ്ധാത്മാവ് പകരുന്നത് നിങ്ങൾ ഏറ്റുവാങ്ങണം. You should receive what the Holy Spirit is pouring out unto you. ഇതൊക്കെ കേൾക്കുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട്, പക്ഷെങ്കിൽ പലപ്പോഴും എനിക്കത് അനുഭവമാകുന്നില്ല. കർത്താവ് ഇതൊക്കെ സത്യമാണ്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ, കർത്താവ് ഇതൊക്കെ സത്യമാണെങ്കിൽ ആരാധിച്ച ദൈവസന്നിധി വന്നാൽ ഇങ്ങനെയൊക്കെ കർത്താവ് പകരം കൊടുക്കുമെങ്കിൽ ഒരനുഭവം എനിക്ക് വേണമെന്ന് വിശ്വസിക്കുന്നവർ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. If you doubt that I am listening to many of these things, I am listening to this word of God, but I have not experienced this. Is it true? Is it there? If you doubt this, I request you to leave complete control to Holy Spirit and worship God and praise God. And as you praise and worship God, you will experience this deliverance. പാടാൻ അറിയത്തില്ലെങ്കിൽ, കൈയടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. കർത്താവേ എനിക്ക് ദൈവാത്മാവും പകരുന്നത്, ആ പകരം തരുന്നത് എനിക്ക് വേണം. പ്രാർത്ഥനയോടെ ഇരിക്കുക. ഒരു പാട്ട് പാടുകയും നമുക്ക് ഒരുമിച്ച് ഇവിടെ ചേർന്ന് പാടാം. ആ സമയത്ത് ഓഫറിംഗ് എടുക്കുകയും ചെയ്യുന്നതായിരിക്കും. If you do not know the song, if you do not know how to sing, if you do not know how to praise, you can pray in the presence of God and say that, God, whatever that you are giving in return of the heaviness, in return of the despair, in return of the troubles, I want all those heavenly blessings and deliverance that Holy Spirit gives. I want that anointing. Let us surrender before God and be prayerful. And while we sing this song, let us experience this deliverance and take the offering as well. മടങ്ങി പോകുമ്പോൾ അങ്ങ് പകരം തന്നത് എൻ്റെ കരുത്തിൽ വേണം. Lord, when I leave this place, I want all those things that, God, you have given me in return of all the worldly problems. In return of that, whatever you have given me, I want to walk away with that today.